ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് തവാങ്ങിലാണ് കേട്ടോ. തവാങ്ങിൽ നമ്മൾ ഇന്നലെ എത്തിയതാണ്. അപ്പോൾ ഇന്നലെ എത്തിയ ടൈമിൽ നമുക്കിവിടെ തങ്ങാനൊക്കെ ഒരു വീടും കാര്യങ്ങളും കിട്ടിയേട്ടാ. പിന്നെ അതുപോലെ തന്നെ നല്ല തണുപ്പാർന്ന് ആകെ സീനായിരുന്നു. പക്ഷേ നമ്മുടെ ഈ ഹീറ്ററൊക്കെ ഉണ്ടാകുന്ന കേട്ടോ, അത് കാരണം കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് നമ്മളെ റൂം. ഇതിവിടെ ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷനും പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതായത് പെയിൻറ്റിങ്ങൊക്കെ നടക്കുന്നതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവർ ഒതുക്കി വെച്ചേക്കണേട്ടാ. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തോളാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മുടെ സ്ലീപ്പിംഗ് ബാഗൊക്കെ പൊതിച്ചാണ്ട് കിടന്നത്. ഇനിയിപ്പോൾ നമ്മുടെ പാസ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ പാസ്. ഈ കാണുന്നതാണ് പാസ്. ഇതിപ്പോൾ ഞാൻ പുറത്തുനിന്നാണ് കേട്ടോ ചെയ്തത്. ഇവിടെ DC-യുടെ ഇതുണ്ട്, പിന്നെ സിഗ്നേച്ചർ ഉണ്ട്, പിന്നെ ബ്രിഗേഡിൻ്റെ സിഗ്നേച്ചർ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ്. നമ്മളിനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ പോണത് ബുംലയിലേക്കാണ്. ഇൻഷാല്ലാ കിട്ടുമോയെന്ന് അറിയില്ല, കയറാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എത്രമാത്രം ടഫായിരിക്കും, കാരണം 15,000 സംതിങ് ഫീറ്റിലേക്കാണ് നമ്മൾ കയറി പോണത്. അപ്പോൾ ഉമ്ലിംഗില അതുപോലെ തന്നെ കറുത്തുങ്കിലേക്ക് കയറി ഒരു കോൺഫിഡൻസിലാണ് കയറി പോണത് കേട്ടോ. അപ്പോൾ ബാക്കിയെല്ലാം പോണേക്ക് കാണാം. അപ്പോൾ എന്തായാലും പാസ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പാസ് ശരിയാക്കണമെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഇവിടെ ലോക്കൽ കടകളൊക്കെ ഉണ്ടാവും, അവിടെ പോയി കഴിഞ്ഞാൽ 200, 300, 400, 500 അതിൽ കൂടുതൽ കേട്ടോ. ഒരു ദിവസത്തേക്ക് കിട്ടുള്ളൂ പാസ്. ഇത് ഒറ്റ ദിവസത്തെ പാസ്സാണ്. അപ്പോൾ പിന്നെ അല്ലാണ്ട് കിട്ടും കേട്ടോ. DC ഓഫീസിൽ പോയിട്ട് നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ 2 കോപ്പിയും പിന്നെ അതുപോലെ തന്നെ ILPയുടെ 2 കോപ്പിയും കൊടുത്തിട്ട് അവിടെ നിന്നൊരു ഫോം കിട്ടും. അത് ഫില്ലാക്കിയിട്ട് അവിടെ നിന്ന് DC-യുടെ സിഗ്നേച്ചർ കിട്ടി അവിടെ നിന്ന് നേരെ ബ്രിഗേഡ് ഉണ്ട്, അതായത് ആർമിയുടെ ബ്രിഗേഡ് ഉണ്ട്. അവിടെ ചെന്നിട്ട് അവരുടെ ഒരു സൈൻ ഉണ്ട്. അപ്പോൾ അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് തോന്നണം. അല്ലെങ്കിൽ ഒരു 100 രൂപ കൂടി വന്നാൽ മാക്സിമം 100 രൂപ, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടും. ഇപ്പം നമ്മൾ ഇത് എൻ്റെ ILP തീർന്നിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ILP വെച്ചാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിത് 200 ആക്കിയിട്ടേ. 250 പറഞ്ഞ് 200 ആക്കിയിട്ട്. അപ്പോൾ എന്തായാലും നമ്മളെ കാര്യം നടക്കണം. ഇനി ചിലപ്പോൾ ബ്രിഗേഡിൻ്റെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ അലോഡ് ചെയ്യാതിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ സൈക്കിളായതുകൊണ്ട് മാത്രമേ നമ്മളിവിടെ പുറത്ത് കടയിൽ നിന്നത്. അല്ലെങ്കിൽ നമ്മൾ DC ഓഫീസിൽ പോയി ബ്രിഗേഡിലൊക്കെ പോയി ചെയ്തിട്ടേ കയറുള്ളൂ പറഞ്ഞാട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും പയ്യെ ബാഗ് പാക്ക് ചെയ്ത് ഇറങ്ങാട്ടോ. താങ്ക് യു സോ മച്ച് ഫിർമില്ലെങ്കിൽ. അപ്പോൾ നമ്മുടെ സൈക്കിൾ ഓക്കെ ഷുവർ ഓക്കെ. നമ്മളെ ഇപ്പോൾ ആ പുള്ളിനോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് കേട്ടോ. വീണ്ടും കണ്ടുമുട്ടും എന്നാണ് പറഞ്ഞിട്ട് ഇറങ്ങിയത്. അപ്പോൾ അതേ അവിടെ ഒരു മൊണാസ്ട്രി ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് അതാണെന്ന് തോന്നുന്നു കേട്ടോ, തവാങ് മൊണാസ്ട്രി. ഇവിടെ കണ്ടതിൽ അത്യാവശ്യം വലുതായിട്ടാണ് എനിക്ക് തോന്നിയത്, അതായിരിക്കും കേട്ടോ. എന്തായാലും ഈ ഒരു റൂട്ടാണ് നമ്മൾ ബുംലയിലേക്ക് പോകുന്നത്. അപ്പോൾ എന്താവുമെന്ന് അറിയില്ല. ഇവിടെ നിന്ന് കയറ്റം സ്റ്റാർട്ട് ചെയ്തിട്ടാ തള്ളി തന്നെയാണ് പോകുന്നത്. കയറുള്ള ഒരു പിടുത്തം വരാട്ടാ എന്താവുമെന്ന്. എന്തായാലും മാക്സിമം മുന്നോട്ട് പോവാം. പറ്റണ അത്ര നമ്മൾ കയറും കേട്ടോ. ഇൻഷാല്ലാ ട്രൈ ചെയ്യും. നമ്മൾ നേരത്തെ കണ്ടില്ല ഒരു ബുദ്ധയുടെ സ്റ്റാച്ചു, ഇതിനെ ബുദ്ധ പാർക്ക് എന്നാണ് പറയണ. അപ്പോൾ ഇവിടെ ഇതല്ല ശരിക്കും തവാങ് മൊണാസ്ട്രി. ഇപ്പോൾ ഇവിടെ ചായയും സ്നാക്സൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് പറയുന്നുണ്ട് ടൂറിസ്റ്റുകൾക്ക്. പിന്നെ അതുപോലെ തന്നെ ഉച്ചക്ക് ഫുഡൊക്കെ ഉണ്ടെന്നാട്ടോ പറയണ ഫ്രീ ആയിട്ട്. പോണ റൂട്ടിൽ കയറാൻ പറ്റുമെങ്കിൽ കയറാം, അല്ലെങ്കിൽ തിരിച്ച് വന്നേക്ക് കയറാം. കാരണം നമുക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈം പോകും. റിട്ടേൺ വന്നേക്ക് നമുക്ക് ഒരുപാട് ടൈം ഉണ്ട് കേട്ടോ. ബുംല പോകാനുള്ള പ്ലാനിലിരിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും പയ്യെ പോകട്ടാ. സൈക്കിളിലെ കമ്പി കൂട്ടി പോയിട്ടാ. നല്ല പണി കിട്ടിയ. ഇതാണ്ട് മൊണാസ്ട്രി അല്ല, ഇത് ബുദ്ധ സ്റ്റാച്ചു ആണ്. അപ്പം എന്തായാലും നമ്മൾ വെറുതെ വന്നിട്ട് ഇവിടെ ചായ കിട്ടും. ഓക്കെ ഭയ്യ. പോണ റൂട്ടാണ്ടാ, ഈ പോണ റൂട്ടാണ് ബുംലയിലേക്ക് പോണത്. അതുപോലെ തന്നെ ആ കാണുന്നതാണ് കേട്ടോ തവാങ് മൊണാസ്ട്രി ഉണ്ടല്ലേ. നമ്മൾ അങ്ങോട്ട് റിട്ടേൺ വന്നോയി കയറാനാണ് പ്ലാൻ ഇട്ടേക്കണത്. അതുപോലെ തന്നെ എൻ്റെ സൈക്കിളിന് നല്ല പണി കിട്ടിയേട്ടാ മക്കളെ. ഇത് കപ്പി ഓടിച്ച് വീണ്ടും നല്ല പണിയേട്ടാ. ഇപ്പോൾ ചവിട്ടി പോകാൻ പറ്റില്ല, തള്ളി തന്നെ പോകണം. ഇത്രയും ലോഡുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ ആർമി ക്യാമ്പാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം സൂം ചെയ്ത് കാണിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അത് പ്രൊഹിബിറ്റഡ് അല്ലേ. അപ്പോൾ നമ്മളെന്തിനാണ് ആ ഒരു നിയമങ്ങളൊക്കെ തെറ്റിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് പയ്യെ കയറി വേണം പോകാൻ. ഇപ്പോൾ നല്ല പണി കിട്ടിയേട്ടാ. എന്ത് ചെയ്യുമെന്നൊരു പിടുത്തമില്ല. നമ്മളെന്നാലും മുന്നോട്ട് പോകും. പിന്നെ അവിടെ പോകണമെങ്കിൽ ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞ അവസ്ഥ. പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്നതാണ് തവാങ് കേട്ടോ. തവാങ് എന്ന് പറഞ്ഞാൽ വലിയൊരു നഗരം. തവാങ്ങൊക്കെ മഞ്ഞ് ചെയ്ത് തുടങ്ങിക്കാൻ എന്തായിരിക്കുമല്ലോ അവസ്ഥ. ഈ അടിയിലേക്കാണ് ഫുള്ള് മിലിറ്ററി ബേസ് ആണ്ടോ, പട്ടാളമാണ് ഈ ഒരു ഏരിയ മൊത്തം പട്ടാളം. ആ ഏരിയ മൊത്തം വീട് കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഇതില്ലേ, അതാണ്ടോ ബുദ്ധയുടെ ഒരു പ്രതിമ. പക്ഷെ എന്ത് ചെയ്യുന്നൊരു പിടുത്തമില്ലല്ലോ. ഇങ്ങനെയൊക്കെ ഉണ്ട് നമ്മുടെ യാത്രയിൽ ഓരോരോ അനുഭവങ്ങൾ. കണ്ടില്ലേ, ഇവിടെ വലിയ ബിൽഡിങ്ങൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു ഫ്ലാറ്റ് എന്തോന്ന് തോന്നുന്നു. നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടി ഈ ഒരു സ്ഥലം തവാങ്.
നമ്മൾ വന്ന റൂട്ട് നോക്കിയേ, എന്താ പറയണ്ടെന്ന് അറിയില്ല കേട്ടാ. ഇനിയിപ്പോൾ ഏകദേശം 20 സംതിങ് കിലോമീറ്റർ, 29 കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ ഫുള്ള് കയറ്റം ഉണ്ടാ. ഇങ്ങനെ കയറി കാണാനൊക്കെ ക്യാമ്പാണ് കേട്ടോ. അങ്ങനെ കയറി വേണം പോവാൻ അല്ലേ. ഇവിടെ പോകണമെങ്കിൽ ഈ കാണുന്ന വീടുകളൊക്കെ അല്ലേ, ഇത് ചെറിയ കടകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ BROയുടെ പണി ഇവർക്ക് കൊടുക്കും കേട്ടോ, ചെറിയ രീതിയിൽ. അതായത് ഇവിടെയുള്ള ഗ്രാമത്തിലെ ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് പണിയില്ലാത്ത ടൈമിൽ ഇവരാണ് പണി കൊടുക്കുന്നത് കേട്ടോ, BRO റോഡിൻ്റെ പണി. പിന്നെ അതുപോലെ തന്നെ അവരുടെ സൈഡായിട്ടുള്ളതാണ് ഈ കട. പിന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ ഇപ്പോൾ, അത്യാവശ്യം വെയിലുണ്ടെങ്കിലും. കയറി തന്നെ വേണം പോകാൻ. ചെറിയ ബങ്കറുകൾ പോലെയുണ്ട് കേട്ടോ അവിടെ, ആർമിയുടെ ചെറിയ ബങ്കറുകളാണ്. പക്ഷെ എൻ്റെ മോനെ എന്ത് ഭംഗിയാണല്ലോ ഈ ഒരു മലനിര കാണാൻ വേണ്ടി. അതുപോലെ തന്നെ ഈ കാണത്തൊരു ഹെലിപ്പാഡാണ് കേട്ടോ. മലയിലൊക്കെ അത്യാവശ്യം മഞ്ഞ് വീണെടുപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഒരു മലയാളീനെ കണ്ടുമുട്ടി. KL04. എങ്ങനെയാ പേരെങ്ങനെയാ ബ്രോ? സെബിൻ. എവിടെ നാട്ടില്? ആലപ്പുഴ. നിങ്ങൾ ഒറ്റക്കാണോ? എന്റെ മോനെ. പിന്നെ ഇവിടെ കറങ്ങിട്ട് നമ്മുടെ ബുംല എങ്ങനെയുണ്ട് അങ്ങാട്? അടിപൊളിയാ. തണുപ്പ് അത്യാവശ്യം ഉണ്ടല്ലേ. നിങ്ങൾ രാവിലെ പോയാ? അപ്പൊ രാവിലെ ഇറങ്ങി, ഞാൻ തവാങ് സ്റ്റേ ചെയ്തിട്ട് രാവിലെ പോയി. പാസ് എടുത്തായിരുന്നു. സെറ്റ്. ഞാനിപ്പോ ഒരു 15 മാസമായി. നിങ്ങളപ്പോ നാട്ടിൽ നിന്ന് വന്നാണോ വണ്ടി എടുത്ത്? എങ്ങനെ റൂട്ട് എങ്ങനെയായിരുന്നപ്പാ? വഴി എത്ര ദിവസമാപ്പാ? 20 ദിവസം. സെറ്റ്. നമ്മളെ പോണേക്ക് കാണുന്ന കാഴ്ചകളാണ് കേട്ടാ. ഇത് നോക്കിയേ, ഇതൊരു ബങ്കർ ആണെന്ന് വേണമെങ്കിൽ പറയാട്ടാ, ആർമിയുടെ. നോക്കിയേ, അടി കൂടെ ഒക്കെ പൈപ്പൊക്കെ പോണുണ്ട്. അതന്നെ ബങ്കറാണ് കേട്ടാ ആർമീൻ്റെ. ഇതൊന്നും ഇപ്പം ഇതില്ല, ഇതൊക്കെ ഇരുമ്പാണ്. കണ്ടില്ലേ, അവിടെയൊക്കെ ഒരു ഗ്യാപ്പ് ഉണ്ട് കേട്ടാ. നമ്മളിപ്പോൾ പോണത് ചൈന ബോർഡറിലേക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് പോണ വഴിയിലൊക്കെ ഇതേപോലെ ഒരുപാട് ബങ്കറുകളൊക്കെ ഉണ്ട് കേട്ടാ. ഇതൊക്കെ കണ്ടില്ലേ, ഇതും ഒരു ബങ്കറാണ്. ഇതിപ്പോൾ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ വരുമല്ലോ, അപ്പോൾ എന്തെങ്കിലും യുദ്ധങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ പട്ടാളക്കാരൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടാവും കേട്ടോ. പിന്നെ അതിൻ്റെ മേളിലൊക്കെ ക്യാമ്പുകളാണ് കൂടുതലും. ആകെ കാണാൻ പറ്റിയൊരു കാഴ്ച വയ്ക്കേ. എൻ്റെ മോനെ എന്ത് ചെയ്യാനാ. നമുക്ക് ഈ പണി കിട്ടുമ്പോണ്ടല്ലോ നല്ല സ്ഥലത്തൊക്കെ വെച്ചാണ്ട് പണി കിട്ടണം. ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുള്ള കാര്യം കേട്ടാ. ശരിക്കും ഇപ്പോൾ ആരും ഇത്രയും ചുമന്ന് പോകേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഇവിടെ വന്ന റൈഡേഴ്സ് ആയിക്കോട്ടെ, ടൂറിസ്റ്റുകളായിക്കോട്ടെ, ആരായിക്കോട്ടെ, ലഗേജുകൾ മാക്സിമം ഒഴിവാക്കി. പിന്നെയുള്ള സാധനങ്ങൾ ഈ ആർമിയുടെ മേലേക്ക് പോകുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാത്ത സാധനങ്ങൾ മൊത്തം ലഗേജൊക്കെ താഴ്ത്ത് വെച്ചിട്ടേ പോകുള്ളൂ കേട്ടോ. നമ്മൾ മാത്രം ഇത്രയധികം ലഗേജ് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ അതുപോലെ മഞ്ഞയ്ക്ക് ഒരു പട്ടാളക്കാരൻ നമുക്കൊരു ജ്യൂസൊക്കെ തന്നിട്ടാ. മലയാളിയാണ്, അപ്പോൾ അവരുടെ വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. കാരണം അവർക്ക് വല്ല പെർമിഷൻ ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ടേ. അപ്പോൾ അതെന്തായാലും ഉഷാറായി. മരിച്ച അവസ്ഥയായി പോയിട്ടാ. ശ്വാസം കുറഞ്ഞു തന്നെയുണ്ട്, ശ്വാസത്തിൻ്റെ ആ ഒരു ഇത്. ഇപ്പോൾ നല്ല രീതിയിൽ തണുപ്പും വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വെയിലുണ്ട്. എനിക്കറിയില്ല കേട്ടോ ഞാൻ ഇന്ന് എവിടെ എത്തുമെന്ന്. ആകെ സീനാണ് മക്കളെ. ഫുഡ് കഴിച്ചേട്ടാ. വന്നയ്ക്ക് ഇവിടെയൊക്കെ ഫുള്ള് ആർമി ക്യാമ്പാണ്. അങ്ങനെ ഫുഡ് കഴിച്ച് നല്ല ചോറ്, പരിപ്പ് കറി, പിന്നെ എന്തെന്തോ സിക്കിൻ്റെയൊക്കെ എന്തോ ഒരു ഇതാണ് കേട്ടോ. സിക്കാരൻ്റെ എന്തോ ഒരു ഗുരുനാക്കിൻ്റെ എന്തോ ഒരു ബെസ്റ്റ് അങ്ങനെ എന്തോ തോന്നുന്നു. അപ്പോൾ അത് കാരണം ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിച്ച് ചിക്കനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അടിയിൽ. ആർമിയുടെ ഫുഡാണ്, നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അത് ഇഷ്ടമാതിരി റൈഡേഴ്സൊക്കെ പോകണ്ട കേട്ടോ. ആൾ പഞ്ചാബിയാണ്, PB ഉണ്ട് കേട്ടോ. നമ്മുടെ ചെക്കൻ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പോണ റൂട്ടിലൊക്കെ എല്ലായിടത്തും ആർമി ക്യാമ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് കയറാനുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്കാവുന്നതാണ്. അവിടെ നിന്ന് വേണം കയറി പോകാൻ. ആർമിക്കാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. അപ്പോൾ അവർ ഫുഡെല്ലാം തന്നു. എന്താ പറയണ്ടതെന്ന് അറിയില്ല കേട്ടോ. എന്നെക്കൊണ്ട് മുന്നോട്ട് കയറി പോകാൻ ഭയങ്കര പണിയാണ്. കാരണം നല്ല വെയിറ്റ് ഉണ്ട് നമ്മുടെ സൈക്കിളിൽ.